ആദ്യം നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. വേണമെങ്കിൽ 1-2 തവണ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സായി കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് 2 കോഴിമുട്ട, എഗ് വൈറ്റ് എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പഞ്ഞി പോലത്തെ ഒരു ഫോമിൽ വരണം നമ്മുടെ എഗ് വൈറ്റ്. അപ്പോൾ ഇതേപോലെ പഞ്ഞി പോലെ ആയിട്ടുണ്ട് എഗ് വൈറ്റ്. ഇനി നമുക്കിതൊരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീം പരുവായിട്ട് വരണം. ഇപ്പോൾ നല്ല ക്രീമായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ്, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മാംഗോ മിൽക്ക് മിക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ എസൻസും ചേർത്ത് കൊടുക്കാം, പക്ഷേ അതിൻ്റെ കൂടെ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്തിട്ടൊന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂണ് പാൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഇനി ഒരു സ്പാറ്റുല വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഈ ബാറ്റർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി നമുക്കിത് ബാക്കിയുള്ള ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ കേക്ക് ഇവിടെ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഒരു ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആവണം. ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബേക്കിംഗ് ടൈം കൂടും, അതുപോലെ തന്നെ കട്ടിയായി കഴിഞ്ഞാലും പാടാണ്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ഉപയോഗിക്കാത്തൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റും കൂടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുത്ത് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ചെറുതീയിൽ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് ബേക്കായിട്ട് ഞാൻ അതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രോസ്റ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം, 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, അതുപോലെ തന്നെ മാംഗോ മിൽക്ക് മിക്സ് എല്ലാം കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഞാൻ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് നല്ല സോഫ്റ്റാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതായത് വീറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് എങ്ങനെ സോഫ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൊരു വീഡിയോ കാണിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്കിനി ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ച് കൊടുത്ത് നമുക്ക് ക്രീമിൻ്റെ ഒരു ലെയർ മുകളിൽ വെച്ച് കൊടുക്കാം. നമുക്ക് നമുക്കിനി ചെയ്യേണ്ടത് മാംഗോൻ്റെ പൾപ്പാണിത്. മാംഗോ കട്ട് ചെയ്തിട്ട് ഞാൻ അതേപോലെ ക്യൂബ്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി അതിൽ മിക്സ് ചെയ്ത് കൊടുത്താണിത്. അത് നമുക്ക് കേക്കിൻ്റെ ഓരോ ലെയറിൽ വെച്ച് കൊടുക്കണം. ഇതേപോലെ വെച്ച് കൊടുത്ത കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് നനച്ച് കൊടുക്കാം. ഒരുപാട് നനയ്ക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് ഭയങ്കര സോഫ്റ്റാണ്. ഇനി അടുത്ത ലെയറിലേക്കുള്ള ക്രീം വെച്ച് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാംഗോ പീസസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫൈനൽ ലെയർ വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രീം ഇട്ടിട്ട് ഫസ്റ്റ് കോട്ടിംഗ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. നമ്മൾ ഈ കേക്കിന് 2 കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. എന്നാലും നമ്മുടെ കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായി നല്ല എഡ്ജൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ സൈഡിലൊക്കെ നമുക്കൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കണം. ക്രീം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം തന്നെ വെച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്രീം കിട്ടുള്ളൂ. എഡ്ജൊക്കെ കറക്റ്റായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. നമുക്കൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. മുകൾ ഭാഗം ഉള്ളിലോട്ട് നമുക്കിങ്ങനെ വടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുകൾ ഭാഗം നല്ല എഡ്ജൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടും. ഇതേപോലെ സൈഡിലൊക്കെ അങ്ങനെ കുറച്ചിങ്ങനെ അവിടെ ഇവിടെ വിട്ട പോലെ ഇരിപ്പുണ്ടെങ്കിൽ ക്രീം വെച്ചിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും സ്ക്രാപ്പർ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തുടക്കം, അതായത് ഫസ്റ്റ് ടൈമിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നമ്മൾ അത് ചെയ്തിട്ടാണ് പ്രാക്ടീസ് ആവുക. ഇതേപോലെയുള്ള ഭാഗത്ത് നമ്മൾ ക്രീം വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കണം.
പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടെ കണ്ണ് ഈ കേക്കിൻ്റെ ടോപ്പ് ഭാഗത്തിൻ്റെ ലെവലിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഇത് നൈഫ് വെച്ചിട്ട് ഉള്ളിലോട്ടൊന്ന് വടിച്ചു കൊടുക്കാനായിട്ട് ക്രീം. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എവിടെയെങ്കിലും പൊങ്ങിയിട്ടോ താന്നോ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് നല്ല ലെവൽ ചെയ്ത് കൊടുക്കാം മുകൾ ഭാഗം. ഇപ്പോൾ കേക്ക് ഏകദേശം ഒരു ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ടോപ്പിംഗ് ഒന്ന് ഞാനിവിടെ വാനില ഫ്ലേവേർഡ് ഗ്ലേസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് കേക്കിൻ്റെ അതായത് നമ്മൾ ചെയ്യുന്ന ഡ്രിപ്പ് കേക്കായിട്ടാണ് മുകൾ ഭാഗം കൊടുക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പാകത്തിന് കുറച്ച് ഗ്ലേസ് നമുക്കൊരു ബൗളിലോട്ട് എടുത്തിട്ട്, നമ്മളിപ്പോൾ മാംഗോ കേക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ മാംഗോ മിൽക്ക് മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് യെല്ലോ കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് കേക്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്കിലേക്ക് നമ്മുടെ വാനില ഗ്ലേസ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ മുകളിലോട്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് ഭാഗം ഈ വാനില ഗ്ലേസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവേഴ്സ് വെച്ചിട്ടോ മറ്റോ ഇതേപോലെ ടോപ്പ് ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ പൈപ്പിംഗ് ബാഗിൽ ബാക്കിയുള്ള ക്രീമൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇച്ചിരി ആ ഒരു എന്താ പറയുക, ഈ സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് എംപ്റ്റി ആക്കി കൊടുക്കണം കൈകൊണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ജെൽ കളർ ഓറഞ്ച് കളറാണ് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓറഞ്ച് കളറ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് അതിൻ്റെ അറ്റം വരെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഫ്ലവർ നെയിലിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡബിൾ കളറായിട്ട് ഇങ്ങനെ നമ്മുടെ ക്രീം ഇങ്ങനെ കിട്ടും. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെ ആകൃതിയിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മാംഗോ ക്യൂബ്സ് കൂടെ അതിൻ്റെ മീതയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം.